ഓക്കെ, എല്ലാവരും കണക്കൊക്കെ ഒരുവിധം മറന്നുപോയിട്ടിരിക്കുക. എല്ലാവരും ഇക്വേഷൻസ് റിഫ്രഷ് ചെയ്തതിന് ശേഷം ചാപ്റ്റർ വൈസ് പഠിക്കാതെ എല്ലാവരും ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കുക. പരമാവധി മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ഹാവിംഗ് ദ സെയിം വോളിയം and radius at that of sphere of radius 10.5. The height of a cylinder having the same volume. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം എന്താ? V equal to 4/3 pi r cube അല്ലേ സിലിണ്ടറിൻ്റെ വോളിയം ഓഫ് സിലിണ്ടർ. നമ്മളൊരു ഉത്തരത്തിലോട്ട് എങ്ങനെ എത്തിച്ചേരാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ അറിയാവോ ആ ഡേറ്റാസ് മൊത്തം നിങ്ങൾ എഴുതണം. ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ഹാവിംഗ് ദ സെയിം വോളിയം and radius as that of sphere of radius just volume of cylinder അല്ല volume of cylinder അല്ല sphere volume of sphere ആണ് volume of cylinder pi r square h. ഇത് ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആവും. 4/3 pi r ക്യൂബും pi r square h കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ പൈയും ക്യാൻസലായി പോയി. ഇതും പോയി. ഇവിടെ ഒരു r ഉണ്ട്. 4r/3 = h എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ r = 3h/4 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിനകത്തോട്ട് ഇട്ടാൽ ആൻസറായി. r ഞാൻ എന്തിനു ഇക്വേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിലിണ്ടറും ഉണ്ട് സ്ഫിയറും ഉണ്ട്. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ രണ്ടിൻ്റെ വോളിയം ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഒന്നിന് ഹൈറ്റ് ഉണ്ട്, മറ്റൊന്ന് റേഡിയസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇക്വേറ്റ് ചെയ്തത്. രണ്ട് സ്ഫിയറും വരുന്നുണ്ട്, സിലിണ്ടറും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ടിൻ്റെ വോളിയം ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ റിലേഷൻ കിട്ടി. നമുക്കിതിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ, ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h = 4r/3 4/3 × 10/5 10/5 എന്ന് വെച്ചാൽ 10 20 21 അല്ലേ. 21/2 അല്ലേ 10 എന്ന് പറയുമ്പോൾ. അപ്പോൾ 7 7 4 28/2 14 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി വായിച്ചാൽ എന്തോ ചെയ്യണമെന്ന് ആർക്കും ഒരു പിടുത്തവും കിട്ടത്തില്ല. ഇവിടെ എന്തോ ചെയ്യേണ്ടതെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇറലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എക്സാമിന് പറ്റിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വോളിയം തന്നിട്ടുണ്ട് അല്ലേ, വോളിയം. അപ്പോൾ ആ വോളിയം രണ്ടിൻ്റെ വോളിയം തമ്മിൽ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് റിലേഷൻ കിട്ടും. ആ റിലേഷനിൽ നിന്ന് ഒപ്പിച്ചെടുക്കാമെന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ ഐഡിയാസ് ഒന്നുമില്ല. ഇതെല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് രണ്ട് വോളിയം ഇക്വേറ്റ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ? ഞാൻ ഇന്നലെ ഇച്ചിരി സ്പീഡായിരുന്നെന്ന് എനിക്ക് തോന്നി. അർച്ചന KP, അഭിജിത്ത്, ഒരുപാട് പേരുണ്ടല്ലേ. പലരെയും കാണാനുമില്ല. ലെവിയൊക്കെ അവിടെ പോയി. ഓക്കെ, ഇത് മനസ്സിലായോ എല്ലാവർക്കും? നമ്മൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. ജസ്റ്റ് ഫോർ ഹൊറർ ചുമ്മാ ഇക്വേറ്റ് ചെയ്തതാണ് ഞാൻ. ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ഇസ് ഹാവിങ് ദ സെയിം വോളിയം. സെയിം വോളിയം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഹൊറർ അവിടെ അപ്ലൈ ചെയ്തത്. സെയിം വോളിയം എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ സെയിം വോളിയം ഇക്വേറ്റ് ചെയ്തു. വോളിയംസ് ആർ സെയിം. ഞാൻ എഴുതിക്കോട്ടെ. വോളിയം ആർ സെയിം ഇക്വേറ്റ് ചെയ്തു, റിലേഷൻ കണ്ടുപിടിച്ചു, ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് പറയണേ, എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറയണേ. മനസ്സിലായില്ലെങ്കിലോ അല്ലെങ്കിൽ സാർ ഒന്നുകൂടെ പറഞ്ഞിട്ടാണ് പറയണം. കാരണം ഈ ക്ലാസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25%, ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25% and at a profit of 10% is 120. Then the cost price of the article is. നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പ് ചോദ്യമാണ് അല്ലേ. നമുക്കറിയാം SP എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? CP × 1 + നമുക്ക് SPയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ബേസിക്കലി നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ മറന്നോ എന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെയും പറഞ്ഞു, നിങ്ങൾ എത്ര പഠിച്ചിട്ടോ ഒന്നും ഓർമ്മയിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ, സെല്ലിംഗ് പ്രൈസിൻ്റെ ഇക്വേഷൻ പഠിക്കുക. SP - CP ആണ് പ്രോഫിറ്റ് എന്നറിയുക. ഒന്നാമത്തെ കാര്യം, ഫണ്ടമെൻ്റലി ഇത് അറിയണം എല്ലാവരും. ഒരു ബന്ധം ഇല്ലെങ്കിൽ പോലും SP - CP ആണ് പ്രോഫിറ്റ് എന്നറിയുക. ഇതിൽ നിന്നും പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് മാത്രം പഠിക്കാനേ ഞാൻ പറയത്തുള്ളൂ. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ SP - CP/CP × 100 പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതിയോളം കൺഫ്യൂഷൻസ് മാറും. അപ്പം ഇത് ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. നിലവിൽ നമ്മുടെ ചോദ്യത്തിൽ എന്താ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കിയേ. ഞാൻ ഫണ്ടമെൻ്റൽ തീരെ അറിഞ്ഞിടാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25%. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP - CP. ഞാൻ ഇങ്ങനെ ഉത്തരം പറയാതെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് മസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഒരിക്കലും മിസ്സാക്കരുത്. ബി കറക്റ്റ്. ബി തന്നെയാണോ? ഞാൻ നോക്കിയിട്ട് പറയാം. ബി ആണെന്ന് തോന്നുന്നു. ഇത് മറക്കരുത് കേട്ടോ.
ഇനി SP1 അങ്ങനെ കണ്ടുപിടിക്കണം എന്ന് അറിഞ്ഞാത്തവർക്ക് SP1 അങ്ങനെ കണ്ടുപിടിക്കും. 25% പ്രോഫിറ്റ് എന്നല്ല പറഞ്ഞേക്കുന്നത്. 25% പ്രോഫിറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആദ്യത്തെ SP1 25% പ്രോഫിറ്റ് ആണെങ്കിൽ എന്താ 125 1.25 CP വരും. രണ്ടാമത്തെ എന്താ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10%. അപ്പം പ്രോഫിറ്റ് 10% ആകുമ്പോൾ എന്ത് വരും? SP2 എന്ത് വരും? 10% ആകുമ്പോൾ 1.10 അല്ലേ? 1.10 CP എന്ന് വരും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡിഫറൻസ് SP1 മൈനസ് SP2 ചെയ്താൽ പോരെ? ആൻസർ ആയില്ലേ? SP1 മൈനസ് SP2 അല്ലേ തന്നിരിക്കുന്ന 120 അല്ലേ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്നല്ലേ ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഓക്കെ 120. അപ്പോൾ 120 ഈക്വൽ ചെയ്ത ആൻസർ ആവുമല്ലോ. SP1 മൈനസ് SP2 125 CP മൈനസ് 11.0 CP ഈക്വൽ ടു 120. ദെൻ 125 110 ആകുമ്പോൾ 0.15 കിട്ടും അല്ലേ? 0.15 CP is equal to 120. CP is equal to 120 divided by 0.15. ഇതൊക്കെ എളുപ്പം ചെയ്യുന്നത് എങ്ങനെയാ? CP is equal to 120 divided by 15/100. നിങ്ങൾ ചെയ്യുമ്പം CP is equal to 60 4 8 വരും. 8 ഗുണം 15 അല്ലേ? ഒരെട്ട് 8 5 40, ഒരെട്ട് 8 4 12 15 800 വരും അല്ലേ? ഇവിടെ 8 വരും 800 വരും. ഞാനങ്ങനെ 8 ഇവിടെ 15 4 60. അപ്പോൾ 60 ഇരട്ടി 8 800. ഓപ്ഷൻ ബി. സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ ഒരുപാട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുള്ള. നിങ്ങൾ ഐഡിയ ഉണ്ടായാൽ വളരെ എളുപ്പമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. എ റിഡക്ഷൻ ഓഫ് 20% ഇൻ ദ പ്രൈസ് ആൾട്ട് ഓഫ് enables of a man obtain 4 kg more for 100. The reduced price of the salt per kg എന്നാണ് ചോദിച്ചേക്കുന്നത് ആണല്ലോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും? A reduction of 20% in the price of a salt enables a man to obtain 4 kg more for 100. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഒറിജിനൽ പ്രൈസ് എക്സ് എന്ന് കൊടുക്കാം. എക്സ് പെർ കെ ജി എന്ന് കൊടുക്കാം അല്ലേ? ഒറിജിനൽ പ്രൈസ് എക്സ് പെർ കെ ജി എന്ന് കൊടുക്കാം. ദ റെഡ്യൂസർ പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പം 20% പ്രൈസ് റെഡ്യൂസ് 20% റിഡക്ഷൻ ഓഫ് 20% പ്രൈസ് 20% പ്രൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ 4 kg മോർ ഫോർ 100. 100 രൂപയ്ക്ക് 4 കിലോഗ്രാം പുള്ളിക്ക് അധികം കിട്ടുന്നുണ്ട്. 100 രൂപയ്ക്ക് 4 കിലോഗ്രാം പുള്ളിക്ക് അധികം കിട്ടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ. റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.8x ആണ്. അതുകൂടെ പറയുന്നത്. റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.8x ആണ്. കാരണം 20% റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇവിടുത്തെ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ അയാൾക്ക് 100 രൂപയ്ക്ക് 4 കിലോഗ്രാം അധികം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇല്ലേ? അപ്പോൾ ക്വാണ്ടിറ്റി ബോട്ട് ബിഫോർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷന് മുമ്പ് പുള്ളിക്ക് 100/x അല്ലായിരുന്നോ? 1 കിലോയ്ക്ക് എക്സ് ആണെങ്കിൽ ക്വാണ്ടിറ്റി ബിഫോർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 100/x അല്ലേ? ഓക്കെ, അത് പിടികിട്ടി. ഇപ്പം 4 കിലോഗ്രാം അധികം കിട്ടുന്നുണ്ടെന്നല്ലേ പറയുന്നത് ആണല്ലോ. ഇനി ആഫ്റ്റർ റിഡക്ഷൻ ആകുമ്പോഴോ? ക്വാണ്ടിറ്റി ആഫ്റ്റർ റിഡക്ഷൻ 100/0.8x അല്ലേ? റിഡക്ഷൻ കഴിഞ്ഞാൽ പ്രൈസ് 0.8x ആയില്ലേ? അപ്പോൾ ഇതിനകത്ത് എത്ര അധികം വന്നെന്നാണ് പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഇത് ഈ 0.8x നമുക്കൊന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 100 ഡിവൈഡഡ് ബൈ 8/8x ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. വേണമെങ്കിൽ 100 ഇൻറ്റു എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ് 10/8x. നിങ്ങൾ പരീക്ഷ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ 2 5 10 4 2 8 2 1 2 2 2 2 4 3 × 10 ഡിവൈഡഡ് ബൈ 8x 5 4 25 125/x എന്ന് വരും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക്
ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തു പോകുന്നത്, ബിക്കോസ് നിങ്ങളെല്ലാവരും ചെയ്യണം. 125/x എന്ന് എഴുതാം. ക്വാണ്ടിറ്റി ആഫ്റ്റർ റിഡക്ഷൻ എനിക്ക് 125/x എന്ന് എഴുതാം. ഇനി ഡിഫറൻസ് ഇൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? നമുക്കിനി അടുത്താണ്ട് പഠിക്കുക. ഡിഫറൻസ് ഇൻ ക്വാണ്ടിറ്റി എഴുതാം. ഡിഫറൻസ് ഇൻ ക്വാണ്ടിറ്റി എഴുതാം. 125/x മൈനസ് 100/x. അതാണല്ലോ 4 കിലോ എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ ക്വാണ്ടിറ്റി ആണല്ലോ 4 കിലോ. അപ്പോൾ എത്ര വരും? 25/x വരും. അപ്പം 25/x എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയാൽ ഭയങ്കര എളുപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ. 25/x എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്? 4 കിലോ അല്ലേ തന്നിരിക്കുന്നത്? അപ്പോൾ എക്സ് നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടത്തില്ലേ? 25/4 അല്ലേ കിട്ടുന്നത്? അപ്പോൾ ശ്രദ്ധിച്ചേ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25/4 നിങ്ങൾക്ക് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, ജസ്റ്റ് ഈ എക്സ് എന്ന് പറഞ്ഞാൽ 25/4 വരും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 25/4 എന്ന് പറഞ്ഞാൽ എന്താ? 25/2 12.5. 12.5 പകുതി. 12.5 പകുതി എത്ര വരും? 6.25 വരും അല്ലേ? 6.25 per kg വരും. ഇതെല്ലാവർക്കും കിട്ടിയോ? 6.25 per kg. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റെഡ്യൂസ്ഡ് പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എക്സ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റെഡ്യൂസ്ഡ് പ്രൈസാണ്. റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 0.8x അല്ലേ കണ്ടുപിടിക്കേണ്ടത്? റെഡ്യൂസ്ഡ് പ്രൈസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ടെസ്റ്റ്. നമ്മൾ എക്സ് ചാടി കയറി അങ്ങ് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കരുത്. റെഡ്യൂസ്ഡ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ് ഞാൻ ഫ്രാക്ഷൻ ആയിട്ട് തന്നെ ഇട്ടേക്കുക. ഇത് കാണാവോ? റെഡ്യൂസ്ഡ് പ്രൈസാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 0.8x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 8/10 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 25/4. ഇങ്ങനെ എഴുതിയാൽ കുറേ ഗുണം. പെട്ടെന്ന് വെട്ടിക്കറിയാൻ പറ്റും. 1 4 4 24 8 അല്ലേ? 5 5 5 10 5 25 2 10/2 5. അപ്പോൾ ദാണ്ടേ 5 per kg കിട്ടിയില്ലേ? 5 per kg കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഇത് നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ടൈറ്റ്നസ് വരുന്നതാണ്. നിങ്ങളെല്ലാം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഊഹിച്ചത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം ക്വസ്റ്റ്യൻ പറയുന്ന ഒരു സാധനത്തിന് 20% റെഡ്യൂസ് ചെയ്തപ്പം പുള്ളിക്കാരന് 100 രൂപയ്ക്ക് 4 കിലോ അധികം കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 കിലോയ്ക്ക് റെഡ്യൂസ് ചെയ്ത പ്രൈസ് എത്ര ആണെന്ന് നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ കിട്ടാത്തതുകൊണ്ട് ഒറിജിനൽ പ്രൈസ് എക്സ് എന്ന് കൊടുത്തു, റെഡ്യൂസ്ഡ് പ്രൈസ് 0.8x എന്ന് കൊടുത്തു. ഇവിടെയാണ് ഇതിന് മെയിൻ കണ്ടൻറ്റ് കിടക്കുന്നത്. 100/x എന്നുള്ള ഐഡിയയിൽ വരണം. റെഡ്യൂസ്ഡ് ബിഫോർ റിഡക്ഷൻ എന്നുള്ള 100/x എന്നുള്ളത് വരണം. കാരണം 100 രൂപയിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണ്. എന്നിട്ടും നമുക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഇവിടെ വന്നിട്ട് എക്സിൻ്റെ വാല്യൂ എഴുതി വെക്കും. എക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസാണ്, ചോദിച്ചിരിക്കുന്ന റെഡ്യൂസ്ഡ് പ്രൈസാണ്. അപ്പം നമുക്കത് 5 എന്ന് കിട്ടും. മനസ്സിലായോ? അരുണിമ, ലിവി, ഇത് മനസ്സിലായോ? ഇവിടെ ഉപയോഗിച്ച സൂത്രം മനസ്സിലായോ? ഇവിടെ ഉപയോഗിച്ച ടെക്നിക്ക് മനസ്സിലായോ മക്കളെ? ടെക്നിക്ക് മനസ്സിലായോ? ഓക്കെ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിച്ചേക്കണേ. എന്തെങ്കിലും ഇത് മനസ്സിലാകാതിരിക്കുക അങ്ങനെ വല്ലതും ഉണ്ടോ ചോദിച്ചേക്കണേ. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾ എഴുതിയെടുത്തോ, കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇട്ടേക്കുക. ദി ആവറേജ് പ്രൈസ് ഓഫ് 100 ഒബ്സർവേഷൻ വാസ് കാൽക്കുലേറ്റഡ് ആസ് 35. അപ്പോൾ സമ്മ നമുക്ക് എഴുതാമല്ലോ. 100 × 35. കണ്ടപ്പോഴേ സമ്മ എഴുതി വെക്കണം. ചുമ്മാ ഒരു രസത്തിനായാലും എഴുതി വെക്കണം. ഇറ്റ് വാസ് ഫൗണ്ട് ലേറ്റർ ദാറ്റ് വൺ ഓഫ് ദി ഒബ്സർവേഷൻ വാസ് മിസ്. അതിൻ്റെ ഏജ് പോലെ, അതായത് അതേ ടൈപ്പിൽപ്പെട്ട പ്രോബ്ലമാണ്. ഒരു സമ്മ ഉണ്ടായിരുന്നു, ഒരു ആവറേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ മാറ്റി ടീച്ചർ ഏജ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ മാറി ഒരാൾ വന്നു, വെയിറ്റ് മാറി, അങ്ങനത്തെ ചോദ്യമാണ് കേട്ടോ. ഇറ്റ് വാസ് ഫൗണ്ട് ലേറ്റർ ദാറ്റ് വൺ ഓഫ് ദി ഒബ്സർവേഷൻ വാസ് മിസ് റീഡ് ആസ് 43 ഇൻസ്റ്റെഡ് ഓഫ് 34. അപ്പോൾ ഡിഫറൻസ് എടുക്കണം. 43 ഇൻസ്റ്റെഡ് ഓഫ് 34 അല്ലേ? അപ്പോൾ ഇവിടെ ഡിഫറൻസ്, ആ ഡിഫറൻസ് ആണ് ഇതിനകത്തെ മെയിൻ കീ പോയിന്റ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ചെയ്യുന്ന എളുപ്പ മെത്തേഡ് അങ്ങനെയാണ്. അപ്പം 9 ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ദെൻ ദ കറക്റ്റ് ആവറേജ് ഈസ്. പിന്നെ കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കാൻ എന്തോ പാട്? കറക്റ്റ് ആവറേജ് എന്താ കണ്ടുപിടിക്കാൻ പാട്? കറക്റ്റ് സം ആദ്യം കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒറിജിനൽ സം ഇതായിരുന്നു. അപ്പോൾ 3500 നിന്ന് 9 കുറയ്ക്കണം. 3500 നിന്ന് 10 പോയാൽ 3490. അപ്പം 3491. അപ്പോൾ ഇനി കറക്റ്റ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ? 100 ഒബ്സർവേഷൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? 100 ഒബ്സർവേഷൻ അല്ലേ? അപ്പോൾ ആവറേജ് എന്ത് വരും? 3491/10. അപ്പോൾ 34.91.
സിമ്പിൾ ചോദ്യമല്ലേ, നമ്മൾ ഒത്തിരി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ സാധനം. ഇത് എളുപ്പം പരീക്ഷയ്ക്ക് കിട്ടുന്ന ടെക്നിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ ചോദ്യം വന്നാൽ മിസ്റീഡ് ചെയ്തു, ഏജ് മാറി വന്നു, വെയിറ്റ് അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ 23 വരെ 53 എഴുതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങൾ സം കണ്ടുപിടിച്ച് നോക്കുക, ഇതിൻ്റെ വെച്ചിട്ട് സം കണ്ടുപിടിച്ച് നോക്കുക, അതവിടെ വെച്ചേക്കുക. അതിനുശേഷം മിസ്റീഡ് ചെയ്തതിൻ്റെ ഡിഫറൻസ് എടുക്കുക, അത് വെച്ചേക്കുക. എന്നിട്ട് ഈ സമ്മിൽ നിന്ന് ഡിഫറൻസ് കുറയ്ക്കുക, അതേ ഡിവൈഡ് ബൈ 100 ചെയ്യുക, ആൻസറായി. അതേ ഡിവൈഡ് ബൈ നമ്പർ ചെയ്യുക, ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്രൂപ്പ് there are 56 students. In a group there are 56 students. The ratio of 56, അപ്പോൾ ടോട്ടൽ 56 തന്നിട്ടുണ്ട്. The ratio of number of boys to number of girls, അപ്പം number boys to girl is 5:3. അപ്പം 8ൽ 5 × 156 ബോയ്സിൻ്റെ എണ്ണമാണ്. ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 3/8 × 156. 156 അല്ല 56, സോറി 56. ഇത് നമുക്കറിയാവുന്ന ബേസിക് ഡെഫിനിഷൻസ് ഒന്നാണ് കേട്ടോ, 56. ഓക്കെ. The number of girls to be added to make the ratio of 7:1. The number of girls to be added to make the ratio, അല്ലേ? അപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എണ്ണം നമുക്ക് എടുക്കണ്ടേ? ഇതെടുക്കുമ്പോൾ എന്ത് വരും നോക്കേ, 7 56, 7 5 35. ഇതെടുക്കുമ്പോൾ എന്ത് വരും, 7 21. ദി നമ്പർ ഓഫ് ഗേൾസ് ടു ബി ആഡഡ് ടു മേക്ക് ദ റേഷ്യോ 7:9 ആക്കണം. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണത്തിൽ ആഡ് ചെയ്യണം. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആക്കണമെന്ന് പറഞ്ഞേക്കുന്നത്, 7:9 ആക്കണം. അത് ശ്രദ്ധിക്കണം. 7:9 ആക്കണമെങ്കിൽ 35 ഡിവൈഡഡ് ബൈ ബോയ്സ് എണ്ണം ഡിവൈഡഡ് ബൈ എത്ര ഗേൾസിൻ്റെ എണ്ണം ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതെല്ലാവർക്കും പിടികിട്ടിയോ ഞാൻ എഴുതിയത്? പുതിയ റേഷ്യോ 7:9 ആക്കണം. ബോയ്സിൻ്റെ റേഷ്യോ നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ ഗേൾസിനകത്ത് എത്ര ആഡ് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറായി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ നോക്കുമ്പം 21 + x × 7 = 35 × 9. അപ്പം 21 + x = 35 × 9/7, 5, 9 5 45. അപ്പം 21 + x = 45. x = 45 - 21. 45 - 20, 5 1 4, 4 2 2, 24. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി. റേഷ്യോ എന്നാൽ ടോട്ടലിൻ്റെ ഇത്ര ഭാഗമാണെന്നുള്ള ഐഡിയ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. റേഷ്യോ പ്രപ്പോർഷനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ കോൺസെപ്റ്റ് കിട്ടിയോ? 5:3 ആണ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ റേഷ്യോ. ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാത്തവർക്ക് പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 15 ബോയ്സും 20 ഗേൾസും ഉണ്ടെന്ന് വിചാരിച്ചു. ടോട്ടൽ എത്ര പേരായി? 35 പേരായി. ഇത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചോണേ. റേഷ്യോ ബോയ്സ് ഗേൾസ് റേഷ്യോ എഴുതുമ്പോൾ എന്തോ എഴുതാൻ പറ്റും നമുക്ക്? 15:20 എന്ന് പറഞ്ഞാൽ 3:4, 3:4 ആണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ 7 ആണ്. ഈ 7ൻ്റെ 4 3 7, 7ൻ്റെ 3 ആണ് ബോയ്സ് എന്ന് പറയുന്നത്, അല്ലേ? 7ൻ്റെ 4 ആണ് ഇതെന്ന് പറയുന്നത്. അതായത് 3/7 ടോട്ടൽ 35 അല്ലേ? അതുപോലെ 4/7 ടോട്ടൽ 35 അല്ലേ? ഇതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും ഈ നമ്പറുകൾ കിട്ടും. അതാണ് ഇവിടുത്തെ ഐഡിയ. ഇപ്പോൾ 5 7 35, 3 15 കിട്ടിയില്ലേ? 5 7 30, 4 20 കിട്ടിയില്ലേ? ഇതാണ് ഇവിടുത്തെ ബേസിക് ഐഡിയ. അത് ഉപയോഗിച്ചാണ് ഞാനിത് എഴുതിയേക്കുന്നത്. 56 ആണ് ടോട്ടൽ, 5:3. അപ്പോൾ 5 3 8, 5 8 ആണിത്. അങ്ങനെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിച്ചു. പുതിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ഗേൾസിനെ ആഡ് ചെയ്താൽ റേഷ്യോ ഇത് വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ഗേൾസിനെ ആഡ് ചെയ്താൽ റേഷ്യോ 7:9 ആകും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റേഷ്യോ എനിക്ക് 7:9 ആണ് ആകേണ്ടത്. അതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ആണുങ്ങളുടെ എണ്ണം പുതിയ റേഷ്യോ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സ്, അവർക്ക് മാറ്റമില്ല, നമ്പർ ഓഫ് ബോയ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓൾഡ് ഗേൾസ് പ്ലസ് ന്യൂലി ആഡഡ് ഗേൾസ്. അങ്ങനെ ആകുമ്പോഴാണ് റേഷ്യോ 7:9 ആകുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് എത്ര? 35 അല്ലേ? ഡിവൈഡഡ് ബൈ പഴയ ഗേൾസിൻ്റെ എണ്ണം 21 അല്ലേ? എത്ര എണ്ണം ആഡ് ചെയ്യണം? അങ്ങനെയാണ് മക്കളെ ഇത് എഴുതിയത്. ഇത് സോൾവ് ചെയ്യപ്പോൾ എക്സ് കിട്ടി. പിടി കിട്ടിയോ? അടുത്ത ചോദ്യം,
എ പർച്ചേസർ ആർട്ടിക്കിൾ ആൻഡ് സോൾഡ് ടു ബി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20% ആൻഡ് ബി സോൾഡ് ടു സി അറ്റ് എ ലോസ് ഓഫ് 25% ആൻഡ് സി പെയ്ഡ് 900, then the cost price is എന്താ പാട്? SP is equal to 0.75 CP എന്നെടുത്താൽ ആൻസറായി. എ പർച്ചേസർ ആർട്ടിക്കിൾ സോൾഡ് അറ്റ് ബി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%, അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ആൻഡ് ബി സോൾഡ് സി അറ്റ് എ ലോസ് ഓഫ് 20. നമ്മൾ ഇത് മാത്രം എടുത്താൽ മതി, കാരണം സി ആണ് പേ ചെയ്തേക്കുന്നത്. ബി സോൾഡ്, ബാക്കിയുള്ള ടേം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. നീ ഒരു സാധനം മേടിച്ച്, ഓക്കെ, അത് അവൻ ഇപ്പം രാഹുൽ വിഷ്ണുവിനും എടുത്തു, വിഷ്ണു അഖിലിനും എടുത്തു. രാഹുലും വിഷ്ണുവായിട്ടുള്ള ബന്ധമാണ്, അഖിലാണ് പേ ചെയ്തത്, ലാസ്റ്റ് മാനാണ് പേ ചെയ്തത്. അപ്പോൾ അഖിലിന് ആര് കൊടുത്തോ അതറിഞ്ഞാൽ പോരെ. അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബി സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 25%, സി പെയ്ഡ് 900 എന്നല്ലേ. അപ്പം അവൻ കൊടുത്ത എത്ര? 900 അല്ലേ, സെല്ലിംഗ് പ്രൈസ് 900 അല്ലേ, 0.75 CP അല്ലേ. അപ്പോൾ ഈ CP കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 0.75 അല്ലേ. 900 ഡിവൈഡഡ് ബൈ 0.75 നിങ്ങൾക്ക് എത്ര കിട്ടും? മൾട്ടിപ്ലൈ എത്ര കിട്ടും? then the cost price of B was 1200. ബിയുടെ കോസ്റ്റ് പ്രൈസ് ബി ആണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ 1200 അല്ലേ. നമ്മൾ ഈ ഒരു ടേം കൺഫ്യൂഷൻ ആക്കും. അതാണ്ട് ഈ ഒരു ടേം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുണ്ട്. അതാണ്ട് ഈ ടേം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും. ബി സോൾഡ് ഇറ്റ് ടു സി ലോസ് ഓഫ് 25%. അത് നോക്കണ്ട, കാരണം ലാസ്റ്റ് വന്നേക്കുന്നത് ബി വാസ്. അപ്പോൾ ബിയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇത് മനസ്സിലായോ? ഇത് വൺ ഓഫ് ദി ബെസ്റ്റ്, നല്ല സിമ്പിൾ ഒരു ചോദ്യമാണ്. ഓക്കെ, ഇത് സെറ്റായോ? വിനായകൻ ഡൗട്ടുണ്ടോ? എല്ലാവരും ഇട്ടേക്കണ കമൻറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days വൈൽ ബി ക്യാൻ ഡു ഇൻ 15 days. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1/12, ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1/15. ടോട്ടൽ എന്ന് പറഞ്ഞാൽ LCM 12ൻ്റെയും 15ൻ്റെയും LCM നമുക്കറിയാം 60 ഇതിൻ്റെ കോമൺ ടൈം വരുന്നത്, ലേസ്റ്റ് കോമൺ ടൈം വരുന്നത് രണ്ടിലും കോമൺ ആയിട്ട് 60 60 LCM. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 60/12 5 വരും. ബിയുടെ വർക്ക് യൂണിറ്റ് പെർ ഡേ എത്ര ചെയ്യുന്നു എന്നുള്ളത്, യൂണിറ്റ് പെർ ഡേ. ബിയുടെ എന്ന് പറയുമ്പം 60/15 4 യൂണിറ്റ് പെർ ഡേ അല്ലേ. നമ്മളിതൊക്കെ പഠിച്ചതാണ്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ദേ അണ്ടർടേക്ക് ടു ഞാൻ ചുമ്മാ ഇവിടം വരെ കിട്ടിയപ്പോഴാണ് ഇത്രയും ഡേറ്റ എഴുതി വെച്ചത്. ദേ അണ്ടർടേക്ക് ടു കംപ്ലീറ്റ് ടുഗദർ ഫോർ 900. Then the share of B is A can do a piece of knowledge while B can do 15. They undertake to complete together for 900 വർക്ക് ചെയ്യാൻ. Then the share of B is. അപ്പോൾ റേഷ്യോ ഓഫ് ഡേ വർക്ക്. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര വരും? റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:4 വരത്തില്ലേ. ഇനി ഷെയർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഷെയർ ഓഫ് ബീസ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? എന്താ ഷെയർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? 900 4/9 എടുത്താൽ പോരെ. റേഷ്യോ കിട്ടി. ഇനി ഷെയർ ഓഫ് ബി, ഇത് ബി, നേരത്തെ ഐഡിയ. അപ്പോൾ ഷെയർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തോ വരും? 4/9 × 900. അപ്പോൾ 100 400 വരും. എയുടെ എഫിഷ്യൻസി എടുത്തു, ബിയുടെ എഫിഷ്യൻസി എടുത്തു, LCM എടുത്തു, ടോട്ടൽ കിട്ടി. അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടി, ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടി. രണ്ടുപേരുടെ 900 ഒരു ദിവസം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റേഷ്യോ 5:4 ആണ്. ഈ റേഷ്യോൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 9ൽ 5 ഭാഗം എ ചെയ്യും, 9ൽ 4 ഭാഗം ബി ചെയ്യും. അപ്പോൾ 9ൽ 4 ഭാഗമാണ് ബി ചെയ്യുന്നത്. അപ്പോൾ 9ൽ 4 × 900 അപ്ലൈ ചെയ്യുമ്പോൾ ബിക്ക് കിട്ടേണ്ട പൈസ കിട്ടും. മാത്തമാറ്റിക്സ് പ്രിറ്റി മച്ച് സിമ്പിൾ വെൻ യു അണ്ടർസ്റ്റാൻഡ് യുവർ ബ്രെയിൻ. വാട്ട് വാസ് എ സബ്ജക്റ്റ്, വാട്ട് വാസ് എ ലോജിക്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ഇറ്റ് വാസ് വെരി ഈസി. ദ ഏരിയ ഓഫ് എ റോംബസ്. ഏരിയ ഓഫ് എ റോംബസ് എന്നൊക്കെ വേണ്ടി മനസ്സിലാദ്യം ഓടി വരേണ്ട ഇക്വേഷൻ ½ d1d2. ഏരിയ എന്ന് കേട്ടാലേ മൈൻഡിൽ വരണം. ½ d1d2. മറന്നവർ ഒന്നുകൂടി എഴുതിയെടുക്കുക. ½ d1d2 വേർ d1 d2 ആർ ഡയഗണൽസ്. d1 d2 ആർ ഡയഗണൽസ്. ഇത് d1, ഇത് d2, ഇത് d1, ഇത് d2. ഇതാണ് ഏരിയ ഓഫ് റോംബസ്. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ആൻഡ് ഡയഗണൽ ത്രൈസ്. അപ്പം ഒരു ഡയഗൺ വൺ ഓഫ് ദ ഓക്കെ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്. ആൻഡ് വൺ ഓഫ് ഇസ് ഡയഗണൽ ഈസ് ത്രൈസ് ദി അതർ. അപ്പം d1 എന്ന് പറഞ്ഞാൽ x കൊടുക്കാം, d2 എന്ന് പറഞ്ഞാൽ 3x കൊടുക്കാം.
അപ്പോൾ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു 3x ഇസ് ഈക്വൽ ടു 93.5. എക്സ് കണ്ടുപിടിക്കണം, സ്മാളർ ഡയഗണൽ എക്സ് കണ്ടുപിടിക്കണം ചോദിച്ചേക്കുന്നത്. അപ്പം 3x² എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പം ഐഡിയ ഉണ്ട്. 1093.5 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യാൻ 1093.5 പ്ലസ് 1093.5 നിങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ആഡ് ചെയ്താൽ മതി. കാരണം പോയിൻ്റ് വരുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇത് ഭയങ്കര ശല്യമാണല്ലേ എന്ന്. പോയിൻ്റൊക്കെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1093.5 2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 2187 കിട്ടും. 2187 കിട്ടും. ഞാൻ ചെയ്ത് നോക്കട്ടെ, കറക്റ്റാണോ നോക്കട്ടെ. 1093, ഒരു സെക്കൻഡ്, 1093.5 ഇൻറ്റു 2 2187 കറക്റ്റാണ്. 2187. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ 2187 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 2187 ഭാഗം 3 എന്ന് പറഞ്ഞാൽ 729. അപ്പം x² 729. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എത്ര? √729 27. ഓപ്ഷൻ 27 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം, അടുത്ത ചോദ്യം. എ സം ഓഫ് മണി ഈസ് ഇൻവെസ്റ്റഡ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് 4,800 in 4 years and 5,450 in 4 years. A sum of money is invested compound interest amount to 4,800 in 4 years and 5,040 in 4 years. Then the rate of interest is. അങ്ങനെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കണം. 5040 4,800. അപ്പോൾ ഇവിടുത്തെ ഗ്രോത്ത് ഫാക്ടർ ഇത് ഫ്രഷ് പ്രോബ്ലം ആട്ടോ, നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ് പ്രോബ്ലം. ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ 2 എമൗണ്ടാണ് തന്നേക്കുന്നെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കണം. വലുതേ ഡിവൈഡഡ് ബൈ ചെറുതെടുക്കണം. 5040 ഡിവൈഡ്, അതിന് സെയിം ഇയറും അല്ലേ, സെയിം ഇയറും ആണെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കാൻ 2 കൂടി ഡിവൈഡ് ചെയ്താൽ മതി. 5040 ഡിവൈഡഡ് ബൈ 4,800 ചെയ്യണം. അപ്പം നിങ്ങൾക്ക് 1.05 കിട്ടും. 5040 ചെയ്യുമ്പോൾ 1.05 കിട്ടും. പിന്നെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഗ്രോത്ത് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 1 + r/100 ആണ് കേട്ടോ. ഇത് ഫ്രഷ് പ്രോബ്ലം ആണ് കേട്ടോ. ഗ്രോത്ത് ഫാക്ടറിൻ്റെ ഇക്വേഷൻ 1 + r/100 ആണ്. അപ്പോൾ 1 + r/100 തന്നേക്കുന്നത് 1.05 ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ നിന്ന് r/100 എന്ന് പറയുന്നത് 1.05 - 1 ആണ്. r/100 എന്ന് പറഞ്ഞാൽ 50% കിട്ടുമെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. നോക്കട്ടെ, സോറി, 0.05 ആണ്. 0.05 കിട്ടും. r എന്ന് പറഞ്ഞാൽ 0.05 × 100 വരും. 5% വരും. ഓപ്ഷൻ ഡി വരും. ഇനി ആവറേജ് ഓഫ് 20 നമ്പർ 60. അപ്പോൾ സം അങ്ങ് എഴുതാമല്ലോ. 20 × 16 സം 320. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 12 നമ്പർ 18. അപ്പോൾ 12 × 18 എഴുതാം. ദാറ്റ് ഓഫ് നെക്സ്റ്റ് 7 നമ്പർ 12. അപ്പോൾ 7 × 12 എഴുതാം. 320 മൈനസ് ഈ 2 സം കൂടെ കുറച്ചാൽ മതി. 12 × 18 എത്ര വരുന്നത്? ചെയ്ത് നോക്കട്ടെ. 216. ഇത് പിന്നെ അറിയാം, നമുക്ക് 84 എന്നറിയാം. അപ്പം 320 മൈനസ് 216 പ്ലസ് 84 ആയിരിക്കും ആൻസർ വരുന്നത്. 320 മൈനസ് 216 പ്ലസ് 84 300. അപ്പം 320 മൈനസ് 300 20 വരും. ഇന്നലെ ചെയ്ത സാധാരണ റെഗുലർ ചോദ്യം. സാധാരണ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷ ചാടി കയറി ടക്കനെ എന്ന് വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങൾ ആൻസർ ആക്കണം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ചെയ്തു തന്നു. എ സെയിലർ ഗോസ് 24 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 36 മിനിറ്റ്സ്. അപ്പോൾ 36 മിനിറ്റ്സിന് ആദ്യം അവർ ആക്കുക. 36/60. അപ്പം 6 36 π/6 60 0.6 അവർ. അത് ആദ്യം സെറ്റ് ചെയ്ത് 0.6 അല്ലെങ്കിൽ 6/10 എങ്ങനെ ആയാലും. ആ റിട്ടേൺ ഇൻ 1 അവർ അത് കുഴപ്പമില്ല, അത് അവർ തന്നിട്ടുണ്ട്. ദെൻ ദ സ്പീഡ് ഓഫ് ദ സെയിലർ അറ്റ് സ്റ്റിൽ വാട്ടർ ഈസ്. അപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട് 24 ഉണ്ട് അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ടല്ലോ 24. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് അങ്ങനെ കണ്ടുപിടിക്കും. 24/0.6 അല്ലേ. ഇതിൻ്റെ ഒന്നും ഐഡിയ ഞാൻ ഇനി ഒരിക്കലും പറയത്തില്ല. ക്ലാസ് ഇഷ്ടം പോലെ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലാസ് പോയി കാണുക. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ?
24 ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീമിൻ്റെ സമയം അല്ലേ 0.6 6/10 6/10 ആകുമ്പോൾ ഇത് വരും 40 km/h. ഇപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടിയില്ലേ 40 km/h ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടിയില്ലേ. അപ്സ്ട്രീം സ്പീഡ് എന്താ അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ 24 ഡിവൈഡഡ് ബൈ 1 hour എന്നല്ലേ പറഞ്ഞേക്കുന്നത് റിട്ടേൺസ് അല്ലേ. ഡൗൺ സ്ട്രീം അങ്ങോട്ട് ഡൗൺ സ്ട്രീം ആണെങ്കിൽ ഇങ്ങോട്ട് അപ്സ്ട്രീം ആയിരിക്കത്തില്ലേ, അതൊക്കെ ഊഹിച്ചെടുക്കണം. അങ്ങോട്ട് ഡൗൺ സ്ട്രീം ആണെങ്കിൽ റിട്ടേൺ വരുമ്പോൾ അപ്സ്ട്രീം ആയിരിക്കത്തില്ലേ. അപ്പോൾ 1 അപ്പോൾ 24 km/h. ഇനി എന്താ ചോദിച്ചേക്കുന്നത് then the speed of sailor in still water is downstream plus upstream divided by total എടുത്താൽ ആൻസർ ആയി. The speed of sailor in still water is downstream plus upstream divided by 2 എടുത്താൽ ആൻസർ ആയി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് ഓഫ് ട്രെയിലർ ഇൻ സ്റ്റിൽ വാട്ടർ ഡൗൺസ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2 40 പ്ലസ് 24 ഡിവൈഡഡ് ബൈ 2 64/2 32. ഓപ്ഷൻ എ സാലറി is 40% ലെസ് ദാൻ ബി ഓഫ് സാലറി ദെൻ ഹൗ മച്ച് പെർസെൻറ്റേജ് ബി സാലറി is മോർ ദാൻ ദാറ്റ് ഓഫ് എ. ഇത് സിമ്പിൾ അല്ലേ. ഇതിനകത്ത് ബിയുടെ സാലറി 100 കൊടുത്താൽ പോരെ. ബിയുടെ സാലറി ബി സാലറി എന്ന് പറയുന്നത് 100 കൊടുത്തു. അപ്പം എ സാലറി എന്ന് പറഞ്ഞാൽ എത്ര 40% ലെസ് അല്ലേ. എ സാലറി 40% ലെസ് ദാൻ ബി. അപ്പം 100 മൈനസ് 40 60 വരും. അപ്പോൾ ഇവിടെ ബി മൈനസ് എ ബൈ എ ഇൻറ്റു 100 ചെയ്താൽ ആൻസറായി. അതാണ് then ഹൗ മച്ച് പെർസെൻറ്റേജ് ബി സാലറി is മോർ ദാൻ ദാറ്റ് ഓഫ് എ എന്നല്ലേ. ഹൗ മച്ച് ബി സാലറി is മോർ ദാൻ ദാറ്റ് ഓഫ് എ എന്നാണ്. അപ്പോൾ എ. അപ്പോൾ ഇവിടെ ബി മൈനസ് എ ബൈ എന്ത് ചെയ്യണം ബി ചെയ്യണം. ബി ചെയ്താൽ ആൻസറായി. അല്ല ബി മൈനസ് എ ബൈ ബി ചെയ്യണം. അത് തന്നെ വലുതല്ലേ ഇട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബി മൈനസ് എ ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഒരു മിനിറ്റ് എ സാലറി എടുത്തു ബി സാലറി ദെൻ ഹൗ മച്ച് പെർസെൻറ്റ് ബി സാലറി ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് എ. സോറി ദാറ്റ് ഓഫ് എ ആകുമ്പോൾ എ എടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാമല്ലോ നമുക്ക്. ആദ്യം എഴുതുക തന്നെ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എത്ര 100 60 40 ഡിവൈഡഡ് ബൈ എ എത്ര 60 ഇൻറ്റു 100. ഇതൊന്നും വെട്ടിപ്പോയി 4 2/3 ഇൻറ്റു 100. അതെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് 60 2/3 2/3 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 200/3. ഇതെങ്ങനെ ഇതാവുമെന്ന് പലർക്കും ഡൗട്ടുണ്ട്. ഈ 2/3 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 200/3. ഇപ്പോൾ 200/3 നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഇതൊന്ന് എടുത്തു നോക്കിയേ. ഇതിനൊന്ന് പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പം 66 ഗുണം 3 പ്ലസ് 2/3 എന്നല്ലേ. ഇപ്പോൾ എല്ലാവരും ഡിനോമിനേറ്ററി 3 ഉണ്ടായതുകൊണ്ട് ഇത് വെച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 66 ഇൻറ്റു 3 എത്ര 66 ഇൻറ്റു 3 3 6 18 ഒരു ശിഷ്ടം 3 6 198. അപ്പോൾ 198 പ്ലസ് 2/3 അപ്പോൾ 200/3 ആയില്ലേ. ഇത് തന്നെ വന്നില്ലേ. അപ്പോൾ അപ്പം ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ പ്രോപ്പർ ആകുമ്പോൾ നമുക്ക് ഈ ചെയ്തത് കിട്ടണം. അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. പലർക്കും ഡൗട്ടാണ്. ഡൗട്ട്സ് ഒന്നുമില്ല, സിമ്പിളാണ് സാധനം. ഓക്കെ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ അല്ലേ. ഓക്കെ അപ്പോൾ 2πRH ഈ CSA 2πRH ഈസ് ഈക്വൽ ടു 4312 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്. ആൻഡ് ഇറ്റ് ഹൈറ്റ് ഈസ് 28. ഓക്കെ ഫൈൻഡ് ഇറ്റ്സ് വോളിയം. വോളിയം എന്താ πr²H അല്ലേ. അപ്പം ഈ πrൻ്റെ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നമുക്കിത് ഓട്ടോമാറ്റിക്കലി πRH കണ്ടുപിടിക്കാം അല്ലേ. ഹൈറ്റ് 28 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് πr 4312 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2h 2 ഇൻറ്റു 28. അപ്പോൾ πr എന്നുള്ളത് 4312 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 28. നിങ്ങളത് ചെയ്യുമ്പം നിങ്ങൾക്ക് r എന്നുള്ളത് 24.5 വരും. ഇത് 22/7 കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് r എന്നുള്ളത് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ പൈക്ക് 22/7 ഇടുമ്പം r ഈസ് ഈക്വൽ ടു 2 1 2 2 1 I 2 10 6 2 12.
അപ്പോൾ 6 എന്നുള്ളത് 2156/28 ഇൻറ്റു 7/22. ഇവിടെ 22/7 ക്രോസ് മൾട്ടിപ്പിൾ അങ്ങനെ വരും. അപ്പോൾ 6 എനിക്ക് തോന്നുന്നു, കാൽക്കുലേറ്റർ ഒന്ന് ചെയ്ത് നോക്കട്ടെ, 24 വരും. 6 24 വരും. 6 24.5 വരും. ഇത് സമയം കൺസ്യൂമിങ് നമുക്കറിയാം, പക്ഷേ കണക്ക് ചെയ്യേണ്ടി വരും. ഇനി πr² ചെയ്യാനായിട്ട് 22/7 ഇൻറ്റു ഇതാണ് വോളിയം, 24യുടെ സ്ക്വയറൊക്കെ എടുക്കണം, ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 28. ഇത് ചെയ്യുമ്പം ഇത് ആൻസർ വരുന്നത് കേട്ടോ, 52,822. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, പക്ഷേ സമയം മെനക്കെട്ട് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന സ്പീഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, സ്പീഡ് ഓഫ് യുവർ കാൽക്കുലേഷൻ ആണ്. ഉറപ്പായിട്ട് ഇങ്ങനെ ചോദ്യം കാണും. തെറ്റാതെ ഇതിനൊക്കെ നമുക്കിത് അറിയാം, പക്ഷേ ഇത് സമയം മെനക്കെടുത്താൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ സ്കിപ്പാക്കരുത്. ചെയ്ത് പഠിക്കുക. മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒരു 50, 60, 70 പ്രാവശ്യം ചെയ്താലേ നിങ്ങൾക്കത് സെറ്റ് ആവത്തുള്ളൂ. ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്താ ഞാൻ ചെയ്ത 2πrh എടുത്തു, അതാണ് CSA ഇക്വേഷൻ 2πrh ആണ്. പിന്നെ വോളിയം എടുത്തു, 6 കണ്ടുപിടിച്ചിട്ട്. 6 കണ്ടുപിടിക്കാതെ ഒരു രക്ഷയില്ല ഇവിടെ. The difference between compound interest and simple interest of a certain sum of money in 2 years is 5%. ഇത് ഒത്തിരി ടൈപ്പ് നമ്മൾ ചെയ്തതാണ് അല്ലേ. CI - SI = PR² / 100² എന്നൊരു പ്രോബ്ലം ഉണ്ടല്ലോ, അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഏറ്റവും എളുപ്പമുള്ള ഷോർട്ട് കട്ട് പരിപാടി എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് SI = PR² / 100² എന്നൊരു സംഭവം ഉണ്ട്, ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ the difference between compound interest and simple interest on a certain sum of money for 2 years, അപ്പോൾ വർഷം ഇവിടെ എഴുതണ്ട, കാരണം സെയിം ഇയർ ആണ് ഇവിടെ. അറ്റ് 5% ആനം ഈസ് 141. അപ്പോൾ 141 ആണ് CI - SI എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 141 ആണ് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. P ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 5% ആണ്. അപ്പോൾ 5ൻ്റെ സ്ക്വയർ, 5 × 5 ഡിവൈഡഡ് ബൈ 100 × 100. അപ്പം 141 ഇൻറ്റു ഇത് ഷോർട്ട് കട്ട് ഇക്വേഷനാണ്, 100 × 100 ഡിവൈഡഡ് ബൈ 25 ഈസ് ഈക്വൽ ടു P. 100 × 100 25. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുമല്ലോ. 125 4 400 × 141. അപ്പോൾ 141 × 4 അല്ല, 2 ഇത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. 100 × 141 അറിഞ്ഞൂടാത്തവർക്ക് 141ൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുത്താൽ 141 0 0 × 4 ചെയ്താൽ 0 0 4 16 ഒരു ശിഷ്ടം 1 4 1 66 400 66 500 ആയിരിക്കും. 1 4 5 സോറി 5 ഓക്കെ, എന്തായാലും ആവട്ടെ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആവും. ഐ തിങ്ക് മൾട്ടിപ്ലൈ ചെയ്തെന്താ മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 56 400 കിട്ടും. 66 അല്ല 56 400 കിട്ടും കേട്ടോ. ഇത് ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേഷനാണ്, എളുപ്പമാണ്. 141 × 400 ചെയ്യുക. ഡി അല്ലടാ, 141 × 400 ചെയ്യുക. 56 400 കറക്റ്റായിട്ട് 56 400 കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് പഠിക്കുക കേട്ടോ. CI - SI = PR² / 100. സെയിം ഇയറിനാണെങ്കിൽ സെയിം ഇയറിനുള്ള ക്വസ്റ്റ്യനെ വരുത്തുള്ളൂ. ഡിഫറൻറ്റ് ഇയർ വന്നാൽ നമുക്ക് ഡിഫറൻറ്റ് ചോദ്യം ഉപയോഗിക്കേണ്ടി വരും. 2 equal sums were lent out at 8% and 6% simple interest respectively. The interest earned on the 2 loans add up to 1120 for 4 years. Then the sum lent is. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ PR/100 2 ടൈപ്പോടെ ആഡ് ചെയ്യണം, 2 വട്ടം ആഡ് ചെയ്യണം അല്ലേ. PR/100. അപ്പം നമുക്കറിയാം ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്, അത് കാണുന്ന കണക്കൊന്നുമില്ല. SI = PR/100. അപ്പം SI1 + SI2. ആദ്യത്തെ എന്താ 2 equal sums. അപ്പോൾ സം സെയിം ആണ്, അപ്പോൾ P തന്നെയാണ്. 8% ആണ്, അപ്പോൾ 8 ആണ്. ആൻഡ് 6% അത് അപ്പുറത്തത്. ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ 2 loans ആർ 1200. അപ്പോൾ 4 വർഷമാണ് അല്ലേ. PRT ടൈം 4 വർഷമാണ് ബൈ 100 പ്ലസ് P ഇൻറ്റു അടുത്ത 6 എത്രയാണ് 6% 4/100. അപ്പോൾ ഇതായത് 32 P/100. അതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് കേട്ടോ. ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ്
24 P/100 30 20 50 56 P/100 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. 56 P/100 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പം ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 56 P/100 ആണ്. അപ്പം 56 P/100 ആണ് നിങ്ങൾക്ക് 1120 കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതാണ് 1120 കിട്ടിയേക്കുന്നത്. 1120 ഈസ് ഈക്വൽ ടു 56 P/100 ആണ്. ഇവിടെ നിന്ന് പി എന്ന് പറഞ്ഞാൽ 1120 ഇൻറ്റു 100/56 ആണ്. അപ്പം 1220 100/56 എന്ന് പറഞ്ഞാൽ 2000 കിട്ടും. 560 കാരണം ഇത് 20 ആണ് കേട്ടോ. കാരണം 560 പ്ലസ് 560 എന്ന് പറഞ്ഞാൽ 0 6 6 12 ഒരു ശിഷ്ടം 5 5 10 1 12 1120 കിട്ടും. അപ്പം ഇത് 220 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ലെൻഡ് എന്നൊക്കെയുള്ള സാധനം കേൾക്കുന്ന ഡൗട്ടാവും. ലെൻഡോ അതാരും എവിടെ നിന്ന് വന്നതെന്നൊക്കെ വിചാരിക്കും. ലെൻഡ് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. ദ സം ലെൻഡീസ് ആക്ച്വലി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നുണ്ടുള്ളൊരു ഗുണം ഇതാണ്. നമുക്ക് ഒരുപാട് ടേംസിൽ പരിചയപ്പെടാൻ പറ്റും. ദ ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഈസ് 8 times ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ചെയ്തു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, എന്നാലും ചെയ്തു തരാം. അതാണല്ലോ മെയിൻ. ദ ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഈസ് 8 times ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പം ലെങ്ത് ഓഫ് ദി പ്ലോട്ട് ഈസ് 8 times ഇറ്റ്സ് ബ്രെഡ്ത്ത്. ഇപ്പം ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്, ലെങ്ത് ബി ആണ്. അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദ ഏരിയ ഓഫ് ദ പ്ലേ ഗ്രൗണ്ട് ഈസ് 512. അപ്പോൾ 512 ഈസ് ഈക്വൽ ടു ലെങ്ത്തിന് പകരം 8B ഉപയോഗിക്കാം, ബ്രെഡ്ത്തായിട്ട് ഉപയോഗിക്കാം. അപ്പം 8B² ഈസ് ഈക്വൽ ടു 512, B² ഈസ് ഈക്വൽ ടു 512/8. 1 8 2 16 8 40 6 48 6 48 64 വരും അല്ലേ. 48 40 30 4 32. അപ്പോൾ B ഈസ് ഈക്വൽ ടു 64 ആകുമ്പോൾ 8 വരും. എന്താ ചോദിച്ചേക്കുന്നത്? ദെൻ ദ ബ്രെഡ്ത്ത് ഓഫ് ദി പ്ലോട്ട് ഈസ് B 8 മീറ്റർ. സിമ്പിൾ ചോദ്യം. അടുത്ത ചോദ്യം, ദ റേഷ്യോ ഓഫ് ദി പ്രിൻസിപ്പൽ ആൻഡ് ദി എമൗണ്ട് ഓഫ് ഈസ് 5:8 ഫോർ 2.5 years. ഇപ്പോൾ SI സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PRT/100. ദ റേഷ്യോ ഓഫ് ദ പ്രിൻസിപ്പൽ ആൻഡ് ദി എമൗണ്ട് ഈസ് 5. പ്രിൻസിപ്പൾ എമൗണ്ടുമായിട്ടുള്ള ഇതാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ SI/P ഈസ് ഈക്വൽ ടു RT/100. വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ഇത് ഡയറക്റ്റ് SI/P തന്നാണ്. ദ റേഷ്യോ ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് ദി എമൗണ്ട് ഓഫ് 100 എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. പ്രിൻസിപ്പിൾ ആൻഡ് എമൗണ്ട് ഓഫ് 100 എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് 5/8 എന്നാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പം പ്രിൻസിപ്പിൾ 5ഉം എമൗണ്ട് 8ഉം അങ്ങനല്ലേ തന്നേക്കുന്നത്. SI/P അല്ലേ തന്നേക്കുന്നത്. SI/P ആണ് 3/5 തന്നേക്കുന്നത് അല്ലേ. ഓക്കെ, എനിത്തിങ് ആവട്ടെ. ഇത് ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ റേഷ്യോ ഇട്ടും ചെയ്യാം. ഇവിടെ തന്നേക്കുന്ന പ്രിൻസിപ്പിൾ ആൻഡ് ദി എമൗണ്ട് ഈസ് ദ റേഷ്യോ ഓഫ് പ്രിൻസിപ്പിൾ. ദ റേഷ്യോ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ P ആൻഡ് ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് എമൗണ്ട് ഈസ് എന്താ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് എന്നാ കേട്ടോ. അപ്പം 5ഉം അപ്പോൾ പ്രിൻസിപ്പിൾ 5 കിട്ടി. നല്ല ചോദ്യം. പ്രിൻസിപ്പിൾ 5 കിട്ടി, എമൗണ്ട് 8 കിട്ടി ഇല്ലേ. ശ്രദ്ധിച്ചാൽ ഇത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്കൊന്നുമില്ല. 5 പ്രിൻസിപ്പിൾ 5 ആണ്, P എന്ന് പറഞ്ഞാൽ 5 ആണ്, എമൗണ്ട് 8 ആണ്. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ അല്ലേ. അതായത് 8 - 5 3 അല്ലേ. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് 3 ആണ്. 3 പ്രിൻസിപ്പിൾ 5 ആണ്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയത്തില്ല, അതാ കണ്ടുപിടിക്കേണ്ട. ഇത് 2.5 ഇയർ ആണ്, ഡിവൈഡഡ് ബൈ 100 ആണ്. ഇത്രയും മനസ്സിലായോ? ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഇത്രയും മനസ്സിലായോ? സംശയങ്ങൾ ചോദിക്കാം പറഞ്ഞു തന്നെ. SI ഈസ് ഈക്വൽ ടു PRT/100 ആണ് നമ്മളെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. SI/P ഞാൻ എഴുതി, RT/100 എന്ന് എഴുതി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സാറെന്തൊരു അങ്ങനെ എഴുതി, കാരണം ഇവിടെ റേഷ്യോനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ P അല്ല പറഞ്ഞേക്കുന്നത്.
പറഞ്ഞേക്കുന്ന റേഷ്യോ പ്രിൻസിപ്പിൾ അത് പി ഈസ് ടു എമൗണ്ട് എന്നാ. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. ആ സിമ്പിൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളും കൂടെ ആഡ് ചെയ്യുന്ന സാധനമാണ് എമൗണ്ട്. ഓക്കെ, അതാണ് അതാണ് ഇത് തമ്മിൽ എമൗണ്ട്. അപ്പം അതാണ് ഈ എമൗണ്ട്. ഇത് എമൗണ്ട് ആണ്. അത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പി ആണ് തന്നേക്കുന്നത്. അപ്പോൾ പി 5ഉം SI പ്ലസ് പി എന്ന് പറയുന്നത് 8ഉം ആണ് തന്നേക്കുന്നത്. നമുക്കിതിനകത്ത് SI കണ്ടുപിടിക്കണ്ടേ? SI എന്ന് പറഞ്ഞാൽ 8 മൈനസ് പി. പി 5 ഉണ്ടല്ലോ, അപ്പോൾ 8 മൈനസ് 5 3. അപ്പം ഇനി നമുക്ക് എഴുതാം. അപ്പോൾ SI ബൈ പി, SI നമുക്ക് കിട്ടിയല്ലോ 3. അപ്പം 3/P ഈക്വൽ ടു ചെയ്ത് ഇത് ചെയ്യുമ്പം R ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2.5. 2.5 എന്ന് പറഞ്ഞാൽ 5/2. അപ്പം 300 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 25. 5 25 കൊണ്ട് 5 5 5 എന്നങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 6 5 30 60 വരും. 60 ഇൻറ്റു 2 ഇവിടെ ചെയ്യുമ്പോൾ 12 12 24 A വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഡയഗണൽ ഓഫ് എ ക്യൂബ് ഈസ് റൂട്ട് ഓഫ് 243. അപ്പോൾ ഡയഗണൽ ഇക്വേഷൻ എന്താ അറിഞ്ഞൂടാ? A√3 അല്ലേ? A√3 ആണ്, A√2 ആണ് ഡയഗണൽ ഓഫ് എ ക്യൂബ്. ഡയഗണൽ ഓഫ് എ ക്യൂബ് ആകുമ്പം A√3 സോറി 243. ഓ വെരി ഗുഡ്, അത് തന്നിട്ടുണ്ട് അല്ലേ? ഡയഗണൽ ഓഫ് എ ക്യൂബ് ഈസ് റൂട്ട് ഓഫ് 243 സെൻറ്റിമീറ്റർ. ദെൻ ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 4A² ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തോ പാട്? A² ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 243. A² ഈസ് ഈക്വൽ ടു 243/3. A² ഈസ് ഈക്വൽ ടു 81 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3. 3 വെട്ടിപ്പോയി. A ഈക്വൽ ടു 9. കാരണം Aയുടെ 4ാമത്തെ പവറാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ ഒരു ബോധമൊക്കെ വേണം. അപ്പോൾ 4A² ചെയ്യുമ്പം 4 ഇൻറ്റു 36. 36 ഗുണം 4 6 4 24 2 ശിഷ്ടം 3 12 2 14 154. അല്ല സോറി, 36 ഗുണം 4 ചെയ്യുമ്പം ഇഷ്ടം 3 12 12 2 144. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഓ 9 സോറി 9ൻ്റെ ഐ എം ബിഗ് മിസ്റ്റേക്ക് 9 അല്ലേ? 4A² ലാറ്ററൽ സർഫസ് ഏരിയ 4A². അപ്പം 4 ഇൻറ്റു 9ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പം 4 ഇൻറ്റു 81 അല്ലേ? ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ മിസ്റ്റേക്ക്. 1 4 4 8 4 32 324 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ കോൺസെപ്റ്റ് പഠിച്ചിരിക്കുക. ഇതങ്ങനെ വളരെ റെയറായി ഡയഗണലൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഈ ക്യൂബിൻ്റെ ഡയഗണലൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ എക്സ്ട്രീം റെയറാണ്. ഞാൻ ചെയ്യുന്ന അടുത്ത 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു നോക്കുക. സിമ്പിളാണ്. ഇന്നാൽ ഇലക്ഷൻ കാൻഡിഡേറ്റ് ഗെറ്റ് 76%. ഇന്നലെ ഇതിനൊക്കെ ഒരു ചോദ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. യു മസ്റ്റ് ട്രൈ. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരുന്നാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്ത് തരാം. ഇന്നലെ ഇലക്ഷൻ എ കാൻഡിഡേറ്റ് ഗെറ്റ് 76% ടോട്ടൽ വോട്ട് സെലക്ടഡ് ബൈ മെജോറിറ്റി ഓഫ് 320 വോട്ട്സ്. ഇത് കുറഞ്ഞ നല്ല ചോദ്യമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. ചെയ്യാൻ പറ്റാത്തവർ ഇവിടെ ഇതിടുക, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇന്നലെ നമ്മൾ 20 10 38 ചോദ്യം ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഇരുന്നത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. യു കാൺ ഡു ഇറ്റ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതുപോലെ ഇത് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതൊക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങളല്ലേ? വലിയ കാര്യം അല്ല. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇന്നലെ മറ്റേ ഐഡിയ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹോംവർക്കാണ്. ഈ ഐഡിയ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻ വാട്ട് ടൈം വിൽ എ ട്രെയിൻ 180 മീറ്റർ ലോങ് റണ്ണിങ് 72 km/h വിൽ റീച്ച് 120 മീറ്റർ അല്ലേ? 72 km/h ക്രോസ് ദി പ്ലാറ്റ്ഫോം 120 മീറ്റർ ലോങ്. അപ്പം 150 120 ആഡ് ചെയ്തിട്ട് എന്തിനു ഡിവൈഡ് ചെയ്യുക? മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ചെയ്താൽ പോരെ? സിമ്പിളായില്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം അറിയേണ്ട എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? പക്ഷേ ഇവിടെ സ്പീഡ് km/h തന്നേക്കുന്നത്. നമുക്കിവിടെ സെക്കൻഡിൽ കിടക്കുന്നതുകൊണ്ട് km/h മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കണം. അപ്പം 7നെ 5/8 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 കിട്ടും. അപ്പോൾ 20 കിട്ടും. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. നമ്മൾ ചോദിച്ചിരിക്കുന്ന സമയമല്ലേ? സമയം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 150 ട്രെയിനിൻ്റെ നീളവും 120 മീറ്റർ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും. അപ്പോൾ 150 + 120 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? 20 അല്ലേ? അപ്പോൾ 300/20 അല്ലേ? അപ്പോൾ എത്ര വരും? 15 സെക്കൻഡ് വരത്തില്ലേ?
അപ്പം ഒരു ചോദ്യം ഞാൻ ഹോംവർക്ക് വന്നിട്ടുള്ളൂ. പരമാവധി നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുക. ഡെയിലി ഒരു 5 സെറ്റ് ക്വസ്റ്റ്യനെങ്കിലും പഠിക്കുക. ഡൗട്ട്സ് ഉള്ളത് ഇവിടെ കൊടുത്തിരുന്നാൽ മാസമായിട്ട് ഡൗട്ടുകൾ വന്നാൽ ആ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്.